നോൺ വെജിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ബീഫ്. ബീഫിനെ വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ സാധിക്കും. നമുക്ക് ഇന്ന് ബീഫ് കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കി നോക്കാം. ഐ എം ലക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. 2 കിലോ ബീഫാണ് കേട്ടോ നമ്മളിവിടെ അച്ചാറിടാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അച്ചാറിടാനുള്ള ബീഫ് വാങ്ങുമ്പോൾ നെയ്യ് അധികമില്ലാത്ത നല്ല ബീഫ് നോക്കി വാങ്ങണം കേട്ടോ. അതായത് നമ്മൾ കട്ട്ലേറ്റൊക്കെ വാങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പോലെ നെയ്യ് അധികമില്ലാത്ത നല്ല അലുവ കഷ്ണം പോലെയുള്ള ബീഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ബീഫാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബീഫ് അച്ചാറിടാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതായത് സാധാരണ നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും പകുതി വലിപ്പം മതി അച്ചാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണിത്. ഇതിനെ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ ആദ്യം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, കൂട്ടത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഇതൊന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിനെ നമുക്ക് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. ബീഫിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം മതി ബീഫ് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ബീഫിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത്. കൂടെ ഒരു 4 സ്പ്രിംഗ് കറിവേപ്പിലയും 5-6 പച്ചമുളക് അത് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചാൽ മതി കേട്ടോ. ബീഫിന് അച്ചാറിടുമ്പോൾ കൂടുതൽ വെന്ത് പോകേണ്ടതില്ല. ഈ ബീഫ് ആ വിസിലൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഒന്ന് തുറന്നു വയ്ക്കാം. ഇനി ബീഫിൽ നിന്ന് തെളിഞ്ഞു വന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് മുഴുവനും ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ വെള്ളം മുഴുവനായിട്ട് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റൗവിലെടുത്ത് വയ്ക്കാം. ഞാനിവിടെ വലിയൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് കുക്ക് ചെയ്യാനായിട്ട്. ഉരുളിയിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ അച്ചാറിട്ടാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ പെട്ടെന്ന് കാറിപ്പോവും. അതുകൊണ്ടാണ് കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനായിട്ട് അച്ചാറുണ്ടാക്കുമ്പോൾ എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 250 ഗ്രാം എള്ളെണ്ണയാണ് ഞാനിവിടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയിൽ മുങ്ങിക്കിടക്കാവുന്ന അത്ര മാത്രം ബീഫേ ഓരോ ട്രിപ്പും നമ്മളിട്ട് വറുത്തെടുക്കാവൂ. എന്നിട്ട് നമുക്ക് ബാച്ചായിട്ട് വേണമെങ്കിൽ ഈ ബീഫ് ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ബീഫ് വറവ് പാകമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി ബീഫിൻ്റെ മുറുക്കം കൂടി പോകാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം. എല്ലാ ബീഫും വറുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി വറുത്ത് കോരിയ ശേഷം നമ്മൾ ആ പാനിൽ തന്നെയാണ് അച്ചാറിൻ്റെ കൂട്ട് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയതിൻ്റെ മട്ടൊക്കെ മാറ്റി പാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ മട്ട് കൂടുതൽ നേരം അതിൽ കിടന്ന് കരിഞ്ഞു പോവും. ബീഫ് വറുത്ത് മാറ്റിയ നല്ലെണ്ണയും നമുക്ക് അടുത്തൊരു ട്രിപ്പിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ മട്ട് മാറ്റി വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ പാൻ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നേരത്തെ ഉപയോഗിച്ച എണ്ണയുടെ ബാക്കിയുള്ള എണ്ണ കൂടെ ഒഴിച്ച് നമ്മൾ അടുത്തൊരു ട്രിപ്പ് ചെയ്യുവാണ്. ഈ എണ്ണ തിളച്ച് വരുമ്പോൾ 150 ഗ്രാം വെളുത്തുള്ളി നന്നാക്കി വെച്ചിരിക്കുന്നത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. വലിയ വെളുത്തുള്ളി അല്ലികളാണെങ്കിൽ നമുക്കത് 2 പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. ഇനി ചേർക്കുന്നത് ഒരു 10-12 പീസ് കറിവേപ്പിലയുടെ സ്പ്രിംഗ് ആണ്. 5-6 വറ്റൽമുളക് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും ഈ സമയത്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേ സമയം ഒരു 15 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പീസ് വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ബൗളിൽ പൊടിച്ച് കാണിക്കുന്നത് ഒരു 50 ഗ്രാം കടുക് അത് വറുത്ത് പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതുകൂടെ ഈ സമയം നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ സമയം ചേർക്കുന്നത് മുളക് പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇതും കൂടെ ചേർത്ത് നമുക്ക് ഈ സമയം റോസ്റ്റ് ചെയ്യുവാണ്. ഈ പാത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 1 കപ്പ് വിനാഗിരിയും അതേ അളവിൽ തന്നെ 1 കപ്പ് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അച്ചാറിൻ്റെ ഈ കൂട്ടിലേക്ക് ഇതുകൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി എല്ലാ ഫ്ലേവേഴ്സും കൂടെ ഒന്ന് സ്റ്റേബിളാക്കിയിട്ടാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്.
ഇതാ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയായി. കുറേ നാൾ അച്ചാർ കേടാകാതെ സൂക്ഷിക്കുന്നതിനായിട്ട് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ജാറിൽ അച്ചാറിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അച്ചാർ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് മുകളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയതിന് ശേഷം ചൂടാറി അതുകൂടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ച് നല്ല ടൈറ്റായിട്ട് ജാർ അടച്ചു വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ഈർപ്പം ഒട്ടും തന്നെ ഇല്ലാത്ത സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കുറേ നാൾ കേടുകൂടാതിരിക്കുന്ന ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഊണിന് മറ്റ് കറികളൊന്നും തന്നെ ഇല്ലെങ്കിലും നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ഇതുപോലൊരു ബീഫ് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്വാദോടുകൂടി കഴിക്കാനായിട്ട് പറ്റും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ, ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.